ഹേ ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. നമ്മൾ എറണാകുളത്ത് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ കണ്ണനളിയന്റെ പുതിയ വീട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കണ്ണാ എവിടെ? ആ സുഹൃത്തുക്കളെ, വിദൂരതയിൽ ഒരു കൈ ഞാൻ കണ്ടു. അളിയ, നീ എന്താ ഒരു കോലം കെട്ട കോലത്തിൽ നിക്കണത്? എന്ത് പണി? ഓ അതെ അതെ. ഓ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ ബൊക്കെ ആയിട്ട് വന്നേക്കാണെന്ന്. നിനക്ക് നിന്റെ ഉടുപ്പ് ഞാൻ ഫേമസ് ആക്കിയടാ. എടാ, വേറെ കുറെ പേജുകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. എടാ, ബിബിൻ ജോർജ് വിളിച്ചിരുന്നു നിന്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടത്. ശരിക്കും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നിന്റെ കളക്ഷൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് സെലക്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഓ, ഇത് നമ്മൾ മറക്കാൻ എടുത്തോണ്ട് വന്നു. അയ്യോ, സാഷ, നിനക്ക് ഷിറ്റ്സു അല്ലേ ഇഷ്ടം? മതി മതി, അന്ന് കൊണ്ടേ പറ്റിയ പോലെ ഇതിനെ കൊണ്ട് ഞാൻ തരത്തില്ല. പോടാ, അത് അതിന്റെ കൂടെയാണ് കിടക്കണത്. നിനക്ക് വേണ്ടി കുറച്ച് പുതിയ കളക്ഷൻസ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആണാടാ, വീഡിയോ എടുത്ത് തുടങ്ങിയതേ പൊളിക്കും നമ്മള്. എടാ കണ്ണ, എടാ ഇത് നീ റെന്റ് എടുത്തല്ലേ? എടാ ഹോം ടൂർ കാണാ ഞങ്ങക്ക്. ഇത് കണ്ടാ? ഓ ഗൈസ്, കം ഓൺ, കണ്ണന്റെ പുതിയ വീടിന്റെ ഹോം ടൂറിലോട്ട് കിടക്കാം നമുക്ക്. നിങ്ങൾ ഹോം ടൂർ ചോദിച്ചല്ലേ പരിപാടി ആണാ? ഷുണ്ടൂരെ കാണാൻ വന്നേണാ? ഓ, ഷുണ്ടു ഫ്രണ്ട്സ് ആടേ. ഷുണ്ടൂര് ഗ്യാങ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ആ വീട്ടിൽ ഇഷ്ടപ്പെടുന്ന ഫ്ലൈറ്റ് പോകുന്നായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ഇത് സുഹൃത്തുക്കളെ, ഹോം ടൂർ തുടങ്ങുന്നു. ഇതെന്താടാ, കൊക്കോ? എടാ, ഇത് അരയന്നോടാ. ഓ, അരയന്നം. എന്താ ഇത്? കിണറാണ്. എടാ, എവളുടെ വീട്ടിലും വെറൈറ്റി കിണറാണ്. അവിടെ താമരയെങ്കിൽ ഇവിടെ കൊക്കല്ലേ? ഇതാണ് എന്റെ ചെടി കളക്ഷൻ. നിന്റെ ചെടി കളക്ഷനാ? പീപ്പിയുടെ ചെടി കളക്ഷൻ. എന്റെ ചുമ്മാ നിനക്ക് ഷുണ്ടും കൂടി രണ്ടു നേരം വെള്ളം ഒഴിക്കും. ആണോ? ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്? ഇതൊക്കെ എവിടെ നിന്ന്? ഇതൊക്കെ ഇവിടെ വാടിത്തോന്നിരുന്നൊക്കെ ഞങ്ങൾ റെഡിയാക്കി എടുത്താ. ഓ, ഇവിടത്തതായിരുന്നല്ലേ? തുളസിറങ്ങി ഉണ്ടാക്കിയ ഈ തുളസി ഞാൻ വരച്ചതാണ്. ഇത് പി പി അല്ലേ? എന്റെ ഭാര്യയായിട്ട് എന്റെ പെങ്ങളായിട്ട് വരും. കണ്ണാ, തുടങ്ങിക്കോ. ഇനി അകത്തേക്ക്. ഇതാണ് വാതിൽ സുഹൃത്തുക്കളെ. വലതുകാലം വെച്ച് കയറിക്കോ. നിങ്ങളകത്ത് കയറിയാ? നിങ്ങളുടെ ഫ്രണ്ട് എവിടെ? ഫ്രണ്ട് ഉറക്കം അകത്തുണ്ട്. ലവർ അകത്തുണ്ട്. ഇത് നിങ്ങളുടെ ടി വി ഏരിയ. ഇത് നിങ്ങളെ പൂച്ചാപ്പറി. നിന്റെ പെങ്ങളേടാ. അവിടെ ഒരു ഊഞ്ഞാലോടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പൊളിച്ചിങ്ങനെ അതോ അവിടെ കയറ്റി. ഇത് പ്ലേ ഏരിയയുടെ പിള്ളേർക്കുള്ള ചുണ്ടിന് പറഞ്ഞിരിക്കാനുള്ള ഏരിയ. ഒരു സോഫ ഉണ്ട് സുഹൃത്തുക്കളെ അവിടെ. സന്ദീപ് സോഫ ഇരുന്ന് കാണിച്ചു കൊടുക്കും. കൊള്ളാം, നല്ല സോഫ. ഓക്കെ, ഇത് ഞങ്ങളുടെ കിച്ചൺ. ഇത് കയറി വരുമ്പോഴത്തേക്കും അതിമനോഹരമായ ഒരു നടുത്തളം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ. നടക്കുന്ന സ്ഥലം. ഇത് ഞങ്ങളുടെ കിച്ചൺ. ഇത് നീ മേടിച്ചു തന്ന, കഴിഞ്ഞ വീട്ടിൽ നിന്ന് മേടിച്ചു തന്ന അതുണ്ട് അവിടെ തന്നെ. അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കൊച്ചടുക്കള. ഇത് നീ മേടിച്ചു തന്ന സാധനങ്ങൾ ഞാൻ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം. അത് അപ്പുറത്ത് കാണാം. അപ്പുറത്തുനിന്നാണല്ലേ കാണേണ്ടത്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് എന്താ ഇങ്ങോട്ടൊരു സൈഡ് വലിവ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ ഗോവയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് ഗോവയിൽ, ഇത് ബാലി. ഇത് ബാലിന്ന് കൊണ്ടുവന്നത്. ഇത് പുറത്ത് താരം കൊണ്ടുവന്നതാണ്. അതെ, ഇത് മൊത്തം അവൻ കൊണ്ടുവന്നതാണ്. ഇത് മൊത്തം ഞാൻ ദുബായിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഒരെണ്ണം പോലും പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ കുടിയനല്ല. പൊട്ടിച്ച കുപ്പിയൊക്കെ എടുത്ത് മാറ്റിയല്ലേടാ. ഈ ഇന്ദ്രി പോലും ഞാൻ പൊടിച്ചിട്ടില്ല. അത് നമുക്ക് പതുക്കെ പൊട്ടിക്കാം. ഇവിടെ ഒരു ചെറിയ വാഷ് ഏരിയ കൊണ്ട് സുഹൃത്തുക്കളെ. മറ്റിടത്ത് നിന്ന് ഇങ്ങോട്ട് മാറിയത് അവിടെ ആക്ച്വലി 2 BHK ആയിരുന്നു. അപ്പോ നീയൊക്കെ വരുമ്പോ കിടക്കാനൊരു സ്ഥലമില്ല. ഓ, സ്നേഹം അല്ലാണ്ട് നിനക്ക് സ്റ്റോക്ക് വെക്കാനല്ല. അത് അവിടെ ഇവിടെ ഒരു റൂമാണ് സ്റ്റോക്ക് വെക്കാം. പക്ഷെ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആവുന്നു. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അല്ലേ? ഇതാണ് മാസ്റ്റർ. ബോയ് ഫ്രണ്ട് കിടന്ന് ഉറങ്ങുന്നു. ഇത് കണ്ണന്റെ ഗെയിമിംഗ് ഏരിയ. ഇത് കുറച്ച് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏരിയ. കുറച്ചധികം ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അത് ഷുണ്ടൂന്റെ അലമാര. ഇത് ഞങ്ങളുടെ അലമാര. ഓ, തുറക്കരുത്. ഇത് ഞങ്ങളുടെ അലമാര. അവിടെ ഒരു വാഷ്റൂം.
ഇവിടെ ഇത് ഞങ്ങളുടെ പെട്ടി. ഇത് നിങ്ങളുടെ പെട്ടി. പിന്നെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ബെഡ്റൂം. ഇത് അടുത്ത ബെഡ്റൂം. അയ്യോ അവിടെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാണാനുണ്ടോ നല്ല ബുദ്ധ ഭഗവാനും ഒരു ലൈറ്റ്. അത് അവിടെ കാണാൻ നല്ല രസമാണ്, നല്ല പീസ് മൂഡാണ് അത് കാണുമ്പോൾ. ഗൈസ് കണ്ണന്റെ പീസ് മൂഡ് കണ്ടോളൂ, നല്ല പീസാണ് ഇത് കാണുമ്പോൾ. ഇത് പീസ് കളയുന്ന മൂഡ്. അതൊരു പീസ് തട്ടി വെള്ളത്തിൽ പോയതാ. ഇത് എക്സ്ട്രാ ബെഡ്റൂം അല്ലേ? എക്സ്ട്രാ ബെഡ്റൂം, ഇത് എക്സ്ട്രാ വാഷ്റൂം. ഇത് ഞാനൊരു അറിയാലോ മലമ്പാരം കാര്യങ്ങൾ. മുകളിലേക്ക് നിങ്ങളുടെ റാബൈ റബൻഡയുടെ ലോകം. അതെ സുഹൃത്തുക്കളെ, റാബൈ റബൻഡയുടെ ലോകത്തേക്ക് നമുക്ക് ചലിക്കാം. എവിടെ പോവാ? റാബൈ റബൻഡ കാണാൻ പോവാണ്. ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും ഏതോ ഒരു പേട്ടത്തള്ളയുടെ ബോഡി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞങ്ങള് വുമൺസ് വെയർ ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ ആക്ച്വലി വീഡിയോ എടുക്കുന്ന ഏരിയ. വീഡിയോ എടുക്കുന്ന ഇവിടെയാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? ഇവിടെ വീഡിയോ എടുക്കും, താഴെ എടുക്കും. ഇവിടെ ഇപ്പൊ കുറച്ചൊന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. നല്ലൊരു ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണല്ലേടാ? അത്യാവശ്യം. എടാ ഞാൻ പറഞ്ഞ മറ്റേ കായലൊക്കെ എവിടെ? സൈഡിൽ കൂടെ കായൽ ഒഴുകണമെന്നൊക്കെ പറഞ്ഞു. അത് അപ്പുറത്ത് ഒഴുകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോൺ വഴി കാണിച്ചു തരാം. കായലവന്റെ എടി ഞാൻ പറഞ്ഞ് നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോ ഇങ്ങനെ മുള്ളാൻ പോകും. അപ്പുറം കായൽ ഇതെടാ ബ്രോ. എന്താ ബ്രോ? ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് ക്യാമ്പയിനാ? ആണോ? ഹലോ ബ്രോ, നമസ്കാരം. നമ്മളൊരു വ്ളോഗ് എടുക്കായിരുന്നു. അതെ അതെ. അമ്മ മുഖം ബ്ലർ ചെയ്ത് കളഞ്ഞേരാ. കൊടുക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ചെയ്യാറില്ല. ശരി ശരിടാ, ശരി ശരി, ബൈ ബൈ. ഓടിക്കോ, നാട് വിട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ഇത് ആക്ച്വലി ഞങ്ങളുടെ പുതിയ യൂണിറ്റ് ഇപ്പൊ സ്റ്റാർട്ടാക്കിയ യൂണിറ്റ്. ഇവിടെ കുറച്ച് അൽക്കുലത്താണ്. ഓ നമസ്കാരം ചേച്ചി. ഇത് ഞങ്ങളുടെ പുതിയ ചേച്ചിയാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? സുഖമാണോ രണ്ടുപേർക്കും? അടിപൊളി. നടക്കട്ടെ, തയ്ച്ചോളൂ തയ്ച്ചോളൂ. ഇവിടെ ആക്ച്വലി നമ്മുടെ ജസ്റ്റ് ഒരു ലൈറ്റൊക്കെ ഇവിടെ ജസ്റ്റ് ട്രൈലൊക്കെ ചെയ്യാൻ. ഇത് ആക്ച്വലി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിള്ളേരെ വിളിക്കുന്നു. ഓടിക്കോ ഓടിക്കോ. അതാ ഡ്രസ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുമ്പോ. ഇത് നിങ്ങൾ വെച്ചതാണോ? ഓ കൊള്ളാലടാ. സ്പോട്ട് ലൈറ്റ്സ് സെറ്റപ്പ്. ഈ ഷീറ്റ് നിങ്ങൾ അടിച്ചിറക്കിയ? അത് യൂസ്ഫുൾ ആയി കേട്ടോ. അതൊക്കെ കണ്ണാടി നിങ്ങൾ വെച്ചായിരിക്കും അല്ലേ? ഇത് ഡ്രസ് ഇട്ട് നോക്കിയിട്ട് ഡ്രസ് ഇട്ട് ആക്ച്വലി ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് കിട്ടുകയും ചെയ്യും. ലൈറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഫുള്ള് കാണാൻ പറ്റും. കൊള്ളാം ഗൈസ്, അത് അടിപൊളി സാധനം. പിന്നെ ഇതാണ് എന്റെ ഇവിടെ ഞങ്ങൾ പാക്കിംഗ് ചെയ്യാൻ നിൽക്കണേ ഉള്ളൂ. അതൊരു കുറച്ച് അൽക്കുലത്താണ്. റാബൈ റബാന്തയുടെ. ഇത് ലേഡീസ് വെയർ ആടാ? ഇത് ആക്ച്വലി ഡെമ്മിക്ക് വെറുതെ ഇട്ടേക്കുന്ന സാധനം. ഇത് ഡമ്മി നഗ്നയാവാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കണം. നിന്നെ പേടിച്ച് പീപ്പി ഇട്ടാണെന്ന് പറയടാ. ഇവിടെ ആക്ച്വലി ഇവിടെ ഞങ്ങൾ ലേഡീസ് വെയർ എല്ലാം റിലീസ് ആവാനുള്ള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്. ഓ സെറ്റ്. എന്തായാലും നിന്റെ പുതിയ വെഞ്ചറിന് ഇതൊക്കെ ആക്ച്വലി ഇനി ഇറങ്ങാനുള്ള കളക്ഷൻ. ഇതെല്ലാം ഇറങ്ങാനുള്ള കളക്ഷൻ. ഇപ്പം വന്ന സ്റ്റോക്ക് ഇതൊക്കെ. ഇനി കുറെ കോഴിക്കോട് പോയിട്ട് എടുത്തോണ്ട് സ്റ്റോക്ക് ഒക്കെ കോഴിക്കോടും എല്ലായിടത്തും ഉണ്ട്. കൊള്ളാടാ, അടിപൊളി. സന്ദീപ് നോക്കേണ കേട്ടാ, സത്യം. ഒരു ഷർട്ട് ഇതിനകത്തൊന്ന് വേണോന്ന്. ഇതൊക്കെ ആക്ച്വലി നല്ല എന്താ ത്രെഡ് വർക്ക് വരുന്ന നൈസ് സാധനങ്ങൾ ഉണ്ട്. സെറ്റടാ സെറ്റ്. ഇതൊക്കെ കുറെ കിഡ്ലം പ്രിന്റ്. നിനക്ക് നാളെ ട്രൈ ചെയ്യാം. നമുക്ക് നാളെ സെറ്റ് ആക്കി വരണം. നാളത്തേക്ക് ചിലപ്പോ നമ്മള് അവരുടെ ഡ്രസ് ഇട്ടോണ്ടായിരിക്കും പോണത്. ഓ നാളെ മറ്റേ സാധനം ഞാൻ കണ്ടായിരുന്നു, സ്റ്റോറി കണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ. കാരണം ഇതിപ്പോ നീലക്കുയിലും മറ്റേ മഞ്ഞപ്പിപ്പിയിലൊക്കെ നിന്റെ ഡ്രസ്സാണ് കിടന്ന് പറഞ്ഞത്. അതെ നന്ദിയുണ്ട് നീലക്കുയില്. സാധനം എനിക്ക് നിന്നെ ഇഷ്ടമല്ലാതെയാണെങ്കിലും ഇന്ന് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം, മിടുക്കനാ. എന്നിട്ട് എടാ അവര് മാത്രമല്ല, ഇത് കണ്ടിട്ട് കുറച്ച് 2 പേര് കോണ്ടാക്ട് ചെയ്തു. ഓ ഡെനിം ഷർട്ടൊക്കെ ഇറക്കി തുടങ്ങി നീ. ഇവിടെ ഭീകര ഗൈസ്. ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആണ്, ഇവ കാണിച്ചിട്ടില്ല കേട്ടാ. അവന്റെ പേജിൽ വരും. റാബൈ റബാന്ത പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എടാ നന്നാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാണുമ്പോ. എനിക്ക് സന്തോഷം കിട്ടാൻ പോണത്. സത്യം അതൊക്കെ ഉള്ളൂ. ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പോഡ്കാസ്റ്റിനും പറഞ്ഞിട്ട് കഴിഞ്ഞ പോഡ്കാസ്റ്റിന് ഇത് കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഇടാൻ പറ്റുന്ന ഷർട്ടായിരുന്നു. ഇത് പുതിയ ചെക്ക്. എടാ എടാ ഇത് നൈസ് സാധനം കേട്ടാ, കൊള്ളാം, അടിപൊളി. നമ്മള് മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യാതെ എല്ലാം സെറ്റ്. ഇതല്ലേ നമ്മുടെ ലാസ്റ്റ് റൂം? യെസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൂം ഗൈസ്. അപ്പോൾ അതാണ് കണ്ണന്റെ പുതിയ വീട്ടിലേക്കുള്ള നിങ്ങളുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇനി ഇവിടെ നിന്ന് വേണം നീ റബന്ത ഒരു വലിയ ബ്രാൻഡ് ആക്കി എടുക്കാൻ. വലിയൊരു ബ്രാൻഡ് ആക്കി വലിയൊരു കടയാക്കി മാറ്റണം. ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം. എന്നിട്ട് അതിന്റെ ഇനോഗ്രേഷന് ഞാൻ വരണം. അത്രേ ഉള്ളു. അതെ, നീയാണ് എന്റെ ബ്രാൻഡ് അംബാസിഡർ. അതെ അതെ അംബാസിഡർ ബെൻസ് എല്ലാം നീ തന്നെ. തമാശ.
ഇഷ്ടപ്പെട്ടില്ലേ കടലേട്ടൻ തമാശ? ഓ അങ്ങനെ സ്നേഹം. ഓ ഒന്നുമില്ല. സന്ധ്യ മിണ്ടാതിരിക്കണം. വേറൊരു വലിയ ന്യൂസ് വരുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞ ഈ വ്ളോഗ് നാളെ വരുന്ന വരുമ്പോ എല്ലാവരും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് പറയാം. ഓക്കെ 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 ഓക്കെ. ആ ന്യൂസ് ഞാൻ കേട്ടിട്ട് നിങ്ങൾ അറിയുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ സർപ്രൈസ് ആവാൻ. ഓക്കെ, ഇനി ഞങ്ങൾ ഒന്ന് താഴോട്ട് പോട്ടെ, ചില്ലടിക്കട്ടെ. ഹോം ടൂർ അവസാനിച്ചിരിക്കുന്നു. ഈ ഡമ്മി കൊള്ളാം കേട്ടാ. എന്താ കുറെ സൂചി പുതുലാണ് കുത്തി വെച്ചേക്കണേ അല്ലേ? കുത്തി വെക്കും അല്ലേടാ? കണ്ണന്റെ സൗണ്ട് കേൾക്കാല്ലോ ഇതിന്റെ അകത്ത്. നീ ഇവിടെ എന്തെങ്കിലും പറയായിരുന്നോ? ആണല്ലേ? എന്തിനു പറഞ്ഞോണ്ടിരുന്ന ആടാ? സുഹൃത്തുക്കളെ, അത് നിങ്ങൾ അതിന്റെ ഇടയിൽ കേൾക്കുകയാണെങ്കിൽ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. അത് സന്ദീപിന് ഷർട്ടൊക്കെ. ഓക്കെ, ഞങ്ങളിനി കുറച്ച് ചില്ലടിക്കട്ടെ കേസ്. എന്താടാ നീയും നന്നോട്ട് പ്ലാൻ ചെയ്ത് പാർവതീനെയൊക്കെ മുക്കിയിട്ട് കാണാൻ വേണ്ടി പോവുമല്ലോ. അത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആണത്. പാർവതിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുപോലെ ഇവക്ക് നന്ദുവിനെ ഇഷ്ടമല്ല. അതെന്താ നന്ദു കൃഷ്ണ അയ്യോടാ, അവന് എവളെ ഇഷ്ടമല്ല, അവന് ഫോളോ ചെയ്തിട്ടില്ലേ? നന്ദുവിന്റെ അടുത്ത് പറയുന്നോ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തന്നെ ഇഷ്ടമല്ല. വെറുതെ ഫോണില്ലേ മറ്റേ എന്താ പറയാ കേപ്പ് ടൗൺ എന്തോ പറയാൻ ചേട്ടൻ. ഞാൻ തൊട്ട് സന്തോഷിക്കുന്നു, തിരിച്ചിരിക്കണം. കോളല്ല, ബാക്കിയുള്ള കൂട്ടുകാരെല്ലാരും ഫോളോ ചെയ്തിട്ടുണ്ട്. നന്ദുവാ നന്ദു പോലെ അവര് ഫോളോ ചെയ്തിട്ടുണ്ട്. അവരെല്ലാരും അങ്ങോട്ട് പാറു അഗ്രങ്ക, സാൻഡ്ര, ഇവരുടെ കൂട്ടുകാരല്ലേ, ആതിര, ശരണ്യ, നന്ദകുമാർ തുടങ്ങി എല്ലാരെയും ഫോളോ ഉണ്ട്. അവ എവിടെ ഫോളോ അവനെ ഫോളോ ചെയ്തിട്ടല്ലേ? ഫോളോ ചെയ്തല്ലേ? എന്നാ നാല് ഫോളോ ചെയ്ത് നോട്ടെ. പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടടാ? ഉണ്ടല്ലേ? കാണും. പിന്നെ ഒരു കമന്റ് ബോക്സ് തുറന്നു. ആദ്യത്തെ കമന്റ് തന്നെ നോ കമന്റ്സ് ഉണ്ട്. നന്ദു കൃഷ്ണൻ പേരെന്തിനാണെന്നാ? ഫോളോഡ് ആയിരിക്കോടാ? നീ ഫോളോ ചെയ്തിട്ടോട്ടെ അവനാ? ഞാൻ ഫോളോ ഉണ്ട്, ഇതാണ്ടില്ലേ? അവൻ ഫോളോ നോക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോളോ ചെയ്ത് നോക്കാം, ഇഷ്ടമുണ്ടാ നമുക്ക് നോക്കാം. സജഷനിൽ ഇന്നാണ് വന്നത്. ആണോടാ? പക്ഷെ അവന്റെ സജഷനിൽ അഗ്രങ്ക വന്ന് സാന്ദ്രയും വന്നു. അതുകൂടെ ഉണ്ടെങ്കിൽ ദേവസേനല്ല, അവളുടെ പേര് ദേവശ്രുതി എന്നാണ്. ഇല്ല. ഓ, നീ രക്ഷപ്പെട്ട. ഞാൻ വന്നിട്ട് കാണാൻ കേട്ടോ. സുഹൃത്തുക്കളെ, ചെറുക്ക് എഴുന്നേറ്റ് വന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു പെണ്ണുമുള്ള വന്നിട്ട് ഐ ലവ് യു. എന്താടാ മക്കളെ നോക്കണ നീ? അയ്യോ നാണിച്ചൊക്കെ ഇരിക്കണം. ഉറക്കപ്പിച്ചാണ് അത്. ഇടാ ചെറുക്ക, അതൊക്കെ ഊരി വീണു. അതല്ലേ ഞാൻ പറഞ്ഞത്. റാബേ റബന്തയുടെ അല്ലേ? അങ്ങനെയല്ല, വന്നപ്പോ കണ്ണചേട്ടൻ എന്നോട് പറഞ്ഞു ഇതാര് ചോദിച്ചാലും റാബേ റബന്താന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണചേട്ടൻ ഇത് ഊരിപ്പോയി. എന്താ ഇതെന്റെ ശരിക്കും ഇത് ജയലക്ഷ്മി റാബേ റബന്തയുടെ നമ്മള് പറഞ്ഞല്ലോ ഒരു 16 വട്ടം. ഇത് ഞാൻ ഇളക്കിക്കളയാൻ വെച്ചിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്നെ ഇളകിപ്പോയി. എടാ ചെറുക്ക. ഓ അയ്യോ. സുഹൃത്തുക്കളെ, സാഷ ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ ലേഡിയുടെ അത്ര. ഓ, അതിനെവിടെ പോ എടി? ലേഡിയുടെ അതേ സ്വഭാവം ഇത്. അവളും ഇങ്ങനെയാണ്. മൂത്രം ഒഴിക്കല്ലേടാ മക്കളെ.
കണ്ണനും സന്ദീപും കൂടെ എവിടെ പോയേക്കണ്ടി? പാല് മേടിക്കാൻ പാല് മേടിക്കാൻ പോയേക്കണം. ആ അത് പോയി. വരും 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 ഇതാ വരും. അങ്ങനെ എടുത്തു നോക്കിയാണ്. ആണോ സാഷ സിറ്റ് ഓടാ എവിടെ സാഷ സിറ്റ് സിറ്റ് ഇനി സിറ്റ് ഇല്ല അന്ന്. ആണോ കൂട്ടിയിടാൻ പോണോ? എടാ എന്തടാ ആ ഓക്കെ കയ്യിലും ഉണ്ടാവിരിക്കും. എന്തായിരുന്നു? ഉണ്ടടി പാച്ചിയാണ്. ഓക്കെ അപ്പൊ ഇനി കണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കാൻ പറ്റും ഗൈസ്. ആ സിറ്റി സിറ്റി. അല്ല സാഷ മേടിക്കും കോസിന് ഹായോട് നേരങ്ങി പോണോ? നിനക്ക് കിതക്കണ? അപ്പൊ ഉറക്കച്ചടവെന്ന് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഷിറ്റ്സു എടാ പപ്പടം തിന്നാതെ പോടാ. അയ്യോടാ അളിയന്മാര് ചിപ്സും പക്കാവടയും വാങ്ങിച്ചോണ്ട് വന്ന് പി നമുക്ക് ചായ ചിപ്സ് അല്ല, അതിനാണ് മിക്സർ എന്ന് പറയുന്നത്. അത് മിക്സറായിരുന്നല്ലേ? ചിപ്സും പക്കാവടയും. പക്കാവട തീർത്ത് എടാ തെണ്ടി അത് നീ അല്ലടാ തിന്ന് എടുത്തത്. മോനെ നീ പറ ആരാ തിന്നത്? അവൻ ക്യാരറ്റ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. കാർത്തിക് കൊച്ചിനല്ലേ? അവൻ ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. ഓക്കെ ഇനി ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാം. നമുക്ക് വൈകുന്നേരം ദീപാരാധന വേണം. ഓ ഹലോ ഞങ്ങൾ പോയിട്ട് വരാം. ഓ പോടാ ഗൈസ് ഞാൻ അമ്പലം റെഡിയായി. അമ്പലം ഗെറ്റ് റെഡി വിത്ത് മീ ആയി. പോയിട്ടാവേ. ഓക്കെ ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇപ്പൊ. ഇവിടെ അടുത്തൊരു നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോവാം. ഇതാണ് അപ്പൊ ആ നരസിംഹസ്വാമി ക്ഷേത്രം കേട്ട. കൊള്ളാം. ഞാൻ പോയി തൊഴുത് ദീപാരാധനയിട്ട് വരാം. അമ്പലദർശനം കഴിഞ്ഞ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അമ്പലം കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിനി തിരിച്ചു പോവാം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എല്ലാരും കൂടെ ഡിന്നർ കഴിക്കാൻ ഇരിക്കുകയാണ്. എടാ ഒരു പാവപ്പെട്ട ഇവിടെ വെജ് എന്തോന്ന് മഞ്ചൂരിയനും ആണല്ലേ. ഒരുത്തിരുന്ന് ബീഫ് ആണല്ലേ. നിന്റെ പ്ലേറ്റ് എവിടെയാടാ? നിന്റെ പ്ലേറ്റ് എവിടെയാടാ? ആ ഇടിയപ്പം ബീഫ് ചിക്കനും. ആ അപ്പൊ എല്ലാരും കഴിക്കുക. കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഗൈസ്. ഇനി കിടന്ന് ഉറങ്ങട്ടെ. നാളെ നമുക്ക് ഇനി രാവിലെ എഴുന്നേറ്റ് നിർമ്മാല്യ തൊഴാൻ പോണം. ഇന്ന് പോയ മറ്റേ പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ 4 മണിക്കാണ് കേസ് നിർമ്മാല്യം. 4 മണിക്ക് എന്തായാലും ഞാൻ എഴുന്നേക്കൂല. അപ്പൊ പരശുരാമ അല്ല നരസിംഹസ്വാമി ക്ഷേത്രത്തില് അത് മാറിപ്പോയി ചെറുതായിട്ട് അല്ലെ. അപ്പോ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കണ്ട്. അവിടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും 5 മണിക്കാണ് നിർമ്മാല്യം തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 4:30 എഴുന്നേറ്റ് അങ്ങോട്ട് പോവാം. ചെറുക്കാ നീ അപ്പം ശരി. ടാറ്റ കൊടുക്കും മക്കളെ. ടാറ്റ ബോയ് ബൈ പറയടാ. ബൈ. അപ്പോ ഞങ്ങൾ കിടന്നുറങ്ങട്ടെ ഗൈസ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. നാളെ കാണാം.